റിങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ്. നമ്മുടെ വീട്ടിൽ ഈ ചെറുതായിട്ട് തൊലി കറുത്തു പോയാൽ ആ പഴം കുഞ്ഞുങ്ങളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ആ പഴം വെച്ച് നമുക്ക് കുറച്ച് സാധനവും കൂടെ വെച്ച് നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, 1 ആപ്പിൾ എടുത്തിട്ടുണ്ട്, 1 കവർ പാലുണ്ട്, ഈ 5 രൂപയുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ 2 പാക്കറ്റ് അതെടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് ഇത്രയും വെച്ച് നമുക്ക് ഒരു ഷേക്ക് തയ്യാറാക്കിയിട്ട് വരാം. നമുക്ക് മിക്സിയുടെ ജാറിൽ ആദ്യം ഈ പഴം ഇട്ട് കൊടുക്കാവേ. പഴം ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, ഏത്തപ്പഴം. അതിൽ 1 കവർ പാല്, 1 കവർ പാലൊഴിക്കുന്നുണ്ട്, 1 ആപ്പിള് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ്, കുറച്ച് കാഷ്യൂനട്ട്. ഇതിലൊരു പ്രത്യേകത ഉള്ളത്, ഇതിൽ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുക്കാം നമുക്ക്. ഇതെല്ലാം നന്നായി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുന്ന ഗ്ലാസ്സിലിട്ട് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല, മധുരത്തിൻ്റെ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ മധുരമുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട് വേണോ അല്ലെങ്കിൽ ബദാം ചെയ്ത് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെക്കാം, കാഷ്യൂനട്ട് ഇടാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ മാതളം ഇരുന്നത് കൊണ്ടൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തന്നേ ഉള്ളൂ. ഇവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബനാന ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.